മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം 1 രാജാക്കന്മാർ 17:7, the book of 1 King chapter 17 verse 7. മഴ പെയ്യായികയാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. ദൈവദാസനായ ഏലിയാവ് ആഹാബിനോട് ദൈവനാമത്തിൽ ധീരമായി സംസാരിച്ച ശേഷം കെരീത്ത് തോട്ടിനരികിൽ രഹസ്യമായി പാർത്തു. തോട്ടിലെ ജലം കുടിക്കുകയും കാക്ക കൊണ്ടുവന്ന അപ്പം തിന്നുകയും ചെയ്തു. തനിക്ക് അത്ഭുതകരമായ മാർഗത്തിൽ ഭക്ഷണപാനീയങ്ങൾ ദൈവം തരുന്നു എന്നതിൽ ഏലിയാവ് അഭിമാനവും സംതൃപ്തിയുമുള്ളവനായിരുന്നു. ദൈവം തന്നെ പോറ്റുന്നെന്ന് ഏലിയാവ് വിശ്വസിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തോടുകൾ വറ്റിപ്പോയി. ഏലിയാവ് വിഷമത്തിലായി. ദൈവം തന്നെ കൈവിട്ടെന്ന് സംശയിച്ചു. അവിടെ നിന്ന് ജീവസന്ധാരണത്തിനായി സരേഫാത്തിലേക്ക് ഓടി. വിധവയുടെ ഭവനത്തിൽ ചെന്നെത്തുന്നതുവരെ ഏലിയാവ് അനിശ്ചിതത്തിൽ ഉഴലുകയായിരുന്നു. ദൈവം തന്റെ ഭക്തന്മാരെ ഉന്നത പദവിയിലേക്ക് ഉയർത്തുവാൻ ഒരുങ്ങുമ്പോൾ പ്രഥമപടിയായ ചില പ്രയാസങ്ങളിലൂടെ കടത്തിവിടാറുണ്ട്. ഹൃദയത്തിലെ ഓരോ പറ്റിയതുപോലെ ജീവിതത്തിലെ പ്രതീക്ഷകൾ തകർന്നേക്കാം. ചില പ്രധാന വരുമാന മാർഗങ്ങൾ അടച്ചുപോയേക്കാം. പ്രതീക്ഷിച്ചതുപോലെ മക്കൾ സ്നേഹിക്കാതിരുന്നേക്കാം. പക്ഷെ ദൈവത്തിന്റെ അവസാന പ്രവർത്തനമായിരിക്കില്ല. സരേഫാത്തിൽ ഏലിയാവിന് വേണ്ടി കരുതിയിരുന്ന പോലെ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരു നല്ല ഭാവിയെ താൻ കരുതുന്നുണ്ട്. അതിനു മുൻപേ പ്രയാസങ്ങളായ മോശയിൽ നമ്മെ ഉരുക്കി ഒഴിച്ച് കൊള്ളാവുന്ന രൂപത്തിലാക്കേണ്ടത് ആവശ്യമാണ്. നാം പുതിയ രൂപത്തിലായിത്തീരും. വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ച ഒരാൾക്ക് കഷ്ടനഷ്ടങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നതായും ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതായും കാണാം. ഭക്തന്മാർ എല്ലാവരും നഷ്ടങ്ങളിലൂടെ കടന്നാണ് ഉന്നത നിലയിലെത്തിയിട്ടുള്ളത്. യുദ്ധവീരനായ പടയാളിയുടെ ശരീരത്തിൽ മുറിവുകളുടെ പാടുകൾ ഉള്ളതുപോലെ ദൈവരാജ്യത്തിന്റെ പോരാളിയുടെ ജീവിതത്തിൽ ഏറെ ആഘാതങ്ങളുടെ പാടുകൾ ഉണ്ടായിരിക്കും. ദൈവം നമ്മെ ഉയർന്ന പടിയിലേക്ക് ഉയർത്തുമ്പോൾ അല്പസമയം മാറ്റി നിർത്താറുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.